19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലാണ് ഇന്ത്യയിൽ ഓട് നിർമ്മാണശാലകളുടെ ചരിത്രം തുടങ്ങുന്നത്. ജർമ്മൻ മിഷനറിയായ ബേസൽ മിഷൻ 1860-ൽ മാംഗ്ലൂർ ടൈൽ ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് 1878-ലാണ് കാലിക്കറ്റ് ടൈൽ ഫാക്ടറി ഫറോക്കിൽ പ്രവർത്തനം തുടങ്ങുന്നത്. ഏതാണ്ട് 140 വർഷങ്ങൾക്ക് മുൻപ്. അതോടെ നമ്മുടെ കെട്ടിട നിർമ്മാണ ശൈലിയും മാറുകയായിരുന്നു. അന്നേ വരെ ഉണ്ടായിരുന്ന ഓല വീടുകൾക്കു പകരം ഓടിട്ട മേൽക്കൂരകളുള്ള വീടുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിൽ ആദ്യത്തേതും ഇന്ത്യയിലെ ആദ്യ യന്ത്രവൽകൃത ഓട് നിർമ്മാണശാലയും കാലിക്കറ്റ് ടൈൽ ഫാക്ടറിയാണ്. ഇന്നത് കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി എന്ന പേരിൽ ഫറോക്ക് ചാലിയാർ പുഴയുടെ തീരത്ത് പഴയ പ്രതാപമില്ലെങ്കിലും തല ഉയർത്തി നിൽക്കുന്നു. അവിടം സന്ദർശിക്കുമ്പോൾ ഓട് നിർമ്മാണത്തിലായിരുന്നു തൊഴിലാളികൾ. 200ഓളം തൊഴിലാളികൾ പല സമയങ്ങളിലായി ജോലി ചെയ്യുന്നു. പ്രധാന അസംസ്കൃത വസ്തുവായ കളിമണ്ണ് ഫാക്ടറിയിലെത്തിച്ച് യന്ത്രങ്ങളുടെ സഹായത്താൽ അരച്ച് മാർദ്ദവമുള്ള ഷീറ്റുകളാക്കി മാറ്റുന്നു. മോൾഡിംഗ് മെഷീനിലെത്തുന്ന കളിമൺ ഷീറ്റുകൾക്ക് വിവിധതരം ഓടുകളുടെ രൂപം കൈവരുന്നു. ദിവസവും 20,000 ഓടുകൾ നിർമ്മിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് 6,000 മാത്രം. ശ്രദ്ധയോടെ അവയെല്ലാം മുകളിലെ ശേഖരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഏതാണ്ട് 15 ദിവസം ഇവിടെ ഉണങ്ങാൻ വയ്ക്കുന്നു. ശേഖരണ കേന്ദ്രത്തിൻ്റെ ഒരു വശത്തിന് താഴെ ചൂളയാണ്. അതിലേക്ക് വിറകിടുന്നതിനായി ചെറിയ മൂടികൾ അവിടെയായി കാണാം. ഓടിന് പുറമെ ഇഷ്ടിക, കൊറുഡീസ്, വാൾ ടൈലുകൾ എന്നിവ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ക്വീൻ എന്നാണ് ബ്രാൻഡ് നെയിം. ഉണക്കിയെടുത്ത ഓടുകൾ ചൂളയ്ക്ക് വയ്ക്കുന്ന മുറികളാണിത്. ഉയർന്ന ചൂടായതിനാൽ കൂടുതൽ നേരം അവിടെ നിൽക്കാനാവില്ല. ഓട് നിർമ്മാണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ നേരിട്ടറിയുമ്പോൾ സന്ദർശകർക്ക് ഫറോക്ക് ടൈൽ ഫാക്ടറി ഒരു അത്ഭുത ലോകമായി മാറിയിട്ടുണ്ടാകും.